രണ്ടാഴ്ചക്ക് മുകളിലായിട്ട് ഞാൻ ഈ ഒരു ടെക്നോ കമോൺ 40 Pro 5G മിഡിൽ ഈസ്റ്റ് വേരിയൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനി പറയുന്നത് വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ്. പ്രൈസ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞുതരാം. 12GB പ്ലസ് 256GBക്ക് 1099 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 25,000 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിൽ വേർത്താണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കുകയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം അറിയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഫോണിന് കളറിൽ മാച്ച് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് കേസ് വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ വരുന്നത്. പിന്നീട് Type A to Type C ചാർജിങ് കേബിളും 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് എമറാൾഡ് ലേക്ക് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ഗ്ലേസിയർ ബ്ലാക്കിലും ഗ്ലേസിയർ വൈറ്റിലും സാൻഡി ടൈറ്റാനിയത്തിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിലും അതുപോലെ തന്നെ ബോഡി ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. ഫ്രെയിം ഒരു ഗ്ലോസി ഫിനിഷും അതുപോലെ തന്നെ ബാക്ക് പാനൽ ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്മഡ്ജസ് ഒന്നും നമുക്ക് ബാക്ക് പാനൽ കാണാൻ സാധിക്കില്ല. എടുത്തു പറയേണ്ടത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ബോഡിയിൽ നിന്നും ക്യാമറ മൊഡ്യൂളിലേക്ക് ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിഷ് ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 7.3 mm ബോഡി തിക്നെസ്സും 179 gram, അതായത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാൻ സാധിക്കും. രണ്ട് സൈഡും അല്പം കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, IR ബ്ലാസ്റ്റ്, സെക്കൻഡറി സ്പീക്കർ ഗില്ല്. ലെഫ്റ്റ് സൈഡിലാണ് വോയിസ് അസിസ്റ്റൻ്റ് ഒരു സെപ്പറേറ്റ് ബട്ടൺ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ താഴ്വശത്തായിട്ട് സിം ട്രേ, ഒരേ സമയം 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസ് നമ്മൾ അധികം സ്മാർട്ട് ഫോണിൽ കാണാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.78 ഇഞ്ചിൻ്റെ 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 7i ആണ് പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ഏത് സിറ്റുവേഷനിലും നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 393 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. അക്വാ ടച്ചും ഇതിൽ സപ്പോർട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് മുകളിൽ അല്പം വെള്ളം തെറിച്ചാൽ പോലും ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 7300 Ultimate എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4 nm ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.5 GHz ക്ലോക്ക് സ്പീഡും Mali G615 MC2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. പെർഫോമൻസ് സൈഡ് ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടി ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചത്. ഏകദേശം 45 മിനിറ്റോളം ഞാനിതിൽ കളിച്ചിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് അത്രയും സമയം ഇതിൽ ഗെയിം കളിച്ചിട്ടും അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതിനുള്ളിൽ തന്നെ ഇന്റേണൽ ആയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റം കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ലാഗ് ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഇതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവൽ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു നോർമൽ ഗെയിമിംഗറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന ഒരു ഗെയിമിംഗ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഖത്തറിൽ 12GB 256GB എന്ന് പറയുന്ന ഒറ്റ മെമ്മറി വേരിയന്റാണ് അവൈലബിൾ ആകുന്നത്. LPDDR4X റാമിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. വൈഫൈയുടെ 6E ആണ് വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് വരുന്നത്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് iOS 15ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബ്ലോട്ട്വേഴ്സ് ഹാർഡ്വേഴ്സ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്തരത്തിലുള്ള മാത്രം ബ്ലോട്ട്വേഴ്സ് ഉള്ളൂ. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സോഫ്റ്റ്വെയറിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. അതായത് വോയിസ് അസിസ്റ്റന്റ് ബട്ടൺ ആണ്. ഇവരുടെ തന്നെ ഇല എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഡീപ് സീക്ക് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇല എന്ന് പറയുന്ന ആ ഒരു വോയിസ് അസിസ്റ്റന്റ് നമുക്കിതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു
ബട്ടൺ തന്നെ നമ്മൾ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫ്ലാഷ് സ്നാപ്പ്, അതായത് വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ക്യാമറയുടെ പിറകിലായിട്ട് ഫ്ലാഷിന് മുകളിലായിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ആ ഒരു റെഡ് ലൈറ്റിൽ കാണാൻ സാധിക്കുന്ന ആ ഒരു കിടിലൻ ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. ഒട്ടനവധി AI ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഗൂഗിൾ ജിമിനി ഉൾപ്പെടെയുള്ള ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വാൾപേപ്പർ ജനറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കോൾ അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ AI ട്രാൻസ്ലേറ്റ് ഉണ്ട്, അതുപോലെ AI റൈറ്റ് ടൂൾസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി AI ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. 5200 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം 45 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെങ്കിൽ ഭയങ്കര ഒരു സൂപ്പർ ലൗഡി എന്നുള്ള ഒരു ഫീല് ലഭിക്കുന്നില്ല. ഒരു ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ്, പക്ഷേ ഉള്ള സൗണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോണിയുടെ LYT700C സെൻസർ ഉൾപ്പെടുത്തിയിട്ടുള്ള 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും അതിൽ OIS സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, മൂന്നാമത്തത് ഫ്ലിക്കർ സെൻസറാണ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ സൂപ്പർബ് എന്നുള്ള രീതിയിലാണ് ഫോട്ടോഗ്രാഫി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഡയലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് മിക്ക ഫോട്ടോസിലും നൽകുന്നുണ്ട്. HDR ഫോട്ടോസും അത്യാവശ്യം നല്ലോണം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്ന ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി ഹ്യൂമൻ സബ്ജക്റ്റിൽ ഇത്തിരി സോഫ്റ്റ്നെസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാക്രോ പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ സെൻസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഡയലൈറ്റ് പെർഫോമൻസ് ഒക്കെ നല്ല ഡീറ്റെയിൽസ് നമ്മുടെ ഫേസിനും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ സൂപ്പർബായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വീഡിയോഗ്രാഫി സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മികച്ചതാണ് ഇതിൻ്റെ വീഡിയോഗ്രാഫി എന്നത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി തന്നെയാണ്. നല്ല സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. എടുത്ത് പറയേണ്ടത് ഇതിലും സ്റ്റെബിലിറ്റി തന്നെയാണ്. നല്ല സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. നട്ടിച്ചൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നല്ല കിഡിലനായിട്ടുള്ള HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ചിലയിടത്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടെക്നോയുടെ സ്മാർട്ട് വാച്ച് അതുപോലെ തന്നെ ടെക്നോയുടെ ഇയർബഡ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കമ്പനി ഇതിനെ വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിലാണ് വിശേഷിപ്പിച്ചതെങ്കിൽ ആ പറഞ്ഞതിൽ വലിയ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി കിഡിലൻ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഓവറോൾ പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോൺ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.